3, 4, 5, 5, 5. സോൺ 4 എന്നോ ആരംഭിക്കേണ്ടതായിരുന്നു. വളരെ ലേറ്റായിട്ട് ആരംഭിച്ചാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഓരോ ആളുകളും വളരെ കൃത്യമായി വ്യായാമം ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സാധിച്ചു. കാരണം നിങ്ങൾക്ക് കിട്ടിയ കൃത്യമായ പരിശീലനത്തിൻ്റെ ഫലം നിങ്ങളിൽ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഉദ്ഘാടന ദിവസം മുഖപരിചയമുള്ള കുറേ ആളുകളെ ഞാനിവിടെ കാണുന്നു. അന്നൊന്നും നിങ്ങളുടെ മുഖത്തില്ലാത്ത വളരെയധികം സന്തോഷവും ആനന്ദവും നിങ്ങളുടെ മുഖത്ത് ഇന്ന് കാണുകയാണ്. കാരണം മെക്സവൻ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നൽകിയ വലിയ മാറ്റങ്ങൾ അതുതന്നെയാണ് നിങ്ങളുടെ മുഖത്ത് ഇന്ന് ആസ്വാദനമായി കാണാൻ സാധിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. യാതൊരു മത, ജാതി, വർഗ, രാഷ്ട്രീയ ചിന്താഗതിയില്ലാതെ നമ്മളെല്ലാം ഒരു മനുഷ്യരാണ്, ഒരു കൂട്ടായ്മയാണ് എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടിയിട്ട് ഓരോ മെക്സവൻ ഗ്രൗണ്ടിലും ദിനേന പ്രതി ആളുകൾ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ ഒരു വിഭാഗീയതയുമില്ല, ഒരു മാറ്റവുമില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ലക്ഷ്യം അത് മാത്രമാണ്, മറ്റൊരു ലക്ഷ്യവും ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ സാമൂഹികമായ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ മെക്സവൻ എന്നുള്ളത് നിങ്ങളുടെ പ്രദേശങ്ങളിൽ അറിയാത്ത ആളുകളിലേക്ക്, ഈ ഗ്രൗണ്ടിലേക്ക് വരാത്ത ആളുകളിലേക്ക് നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവരണം. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സുഖവും സന്തോഷവും അത് അവർക്ക് കൂടി ലഭിക്കണം. ആർക്കും അത് നഷ്ടപ്പെടാൻ പാടില്ല. ആ അർത്ഥത്തിൽ നിങ്ങൾ മെക്സവനെ നെഞ്ചിലേറ്റണം. എല്ലാ കുടുംബങ്ങളിലും സ്ത്രീകളടക്കം മുഴുവൻ ആളുകളെയും നിങ്ങൾ ഇതിൽ പങ്കാളികളാക്കണം എന്നാണ് ഈ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്ത്രീകളുടെ കാര്യങ്ങൾ നമുക്കെടുക്കാം. ഇത്രയും കാലം മെക്സവൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവർ വെറും വീട്ടുപണിക്കാരെ പോലെ വീടുകളിലെ കാര്യങ്ങൾ മാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തിരുന്ന സ്ത്രീകൾ ഇന്ന് മെക്സവൻ ഗ്രൗണ്ടിലേക്ക് വന്നതോടു കൂടിയിട്ട് അവരിൽ വലിയ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഓരോ വീടുകളും ഇന്ന് ഓരോ മെഡിക്കൽ ഷോപ്പാണ്. ആ രീതിയിൽ ജീവിതശൈലി രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുന്ന ഈ കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും മെക്സവൻ അതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ വീടുകളിലെ സ്ത്രീകളെയും അയൽവാസി സ്ത്രീകളെയും എല്ലാവരെയും സ്ത്രീ യൂണിറ്റുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അവർക്ക് കൂടി ലഭിക്കണം. ആ അർത്ഥത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വലിയ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മൾ മെക്സവൻ കോഴിക്കോട് ജില്ലയിൽ കടന്നു വന്നിട്ട് ഇപ്പോൾ അടുത്ത ജനുവരി ആകുമ്പോഴേക്ക് 2025 ജനുവരി ആകുമ്പോഴേക്ക് ഒരു വർഷം തികയാണ്. കഴിഞ്ഞ ജനുവരിയിൽ നമ്മുടെ ചെറുവണ്ണൂരിൽ വാഴക്കാൽപ്പറമ്പിൽ തുടങ്ങിയ സമയത്ത് അന്ന് ബഷീർക്കയും ഫൈസലുബരൊക്കെ അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അതിനുശേഷം ഇന്ന് മെക്സവൻ 25,000 ആളുകളോളം ഈ സമയത്ത് എല്ലാ സ്ഥലത്തും ഇതുപോലെ നമ്മുടെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവങ്ങൾ, നമ്മളെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇന്നത്തെ ജീവിതശൈലി രീതികളെ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അത് ഇന്ന ആളുകൾക്കാണ് വരിക, ഇന്ന മതത്തിൽപ്പെട്ടതാണ്, ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഇന്ന രോഗം വരിക, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് രോഗങ്ങളും മറ്റു കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇതിനെപ്പറ്റി ബോധവാന്മാരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഉണ്ടായ ചെറിയ ഇതിനെപ്പറ്റി പഠിക്കാതെ ചില വ്യക്തികൾ ഇതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് മാധ്യമങ്ങളും ഇതുവരെ മാധ്യമങ്ങളൊന്നും നമ്മളെപ്പറ്റി അറിയില്ല, നമ്മളെ വിളിച്ചിട്ടും പല പരിപാടികളും വന്നിട്ടുമില്ല. എങ്കിൽ കൂടി മാധ്യമങ്ങൾ നമ്മളെ തേടി വരികയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായത്. അത് നമുക്ക് തന്നെ നല്ലൊരു മെക്സവനെ പറ്റി എല്ലാവർക്കും ഇതിനെപ്പറ്റി ബോധവാന്മാരുവാൻ അതുകൊണ്ട് തന്നെ കഴിയുകയുണ്ടായി. ഇപ്പോൾ നമ്മളെപ്പറ്റി പറഞ്ഞ ആളുകൾക്ക് തന്നെ ഇതിനെപ്പറ്റി മനസ്സിലായി, അവർ പിന്നോട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിനെപ്പറ്റി ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അവർക്ക് പിന്മാറേണ്ടി വന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ രോഗങ്ങൾ ഭേദമാകുന്നതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി പറയും, നമ്മളെ കുടുംബാംഗങ്ങളോട് പറയും, അതുപോലെ നമ്മുടെ അയൽവാസികളോട് പറയും. ഇതാണ് ഇതിൻ്റെ ഇത്രയും വളർച്ചയ്ക്ക് കാരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ പല യൂണിറ്റുകളും ഇനിയും പുതിയ യൂണിറ്റുകൾ പല മേഖലയിലും അന്വേഷിച്ച് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഓരോ ജോലിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ പറയുന്ന ആളുകളോട് ഇതിൻ്റെ കൃത്യമായ മറുപടി നമ്മൾക്ക് ഓരോ ബോധവാന്മാരെ കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മോഡേൺ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ സന്തോഷം തോന്നി. ചിട്ടയായിട്ടുള്ള കോർഡിനേഷനും അതോടൊപ്പം തന്നെ ഡിസിപ്ലിൻ ആൾ വളരെ സന്തോഷമായി. കാരണം പിൻ പോയിന്റ് സൈലൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ കോഴിക്കോട് ബീച്ചിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു. എല്ലാ വിവാദങ്ങൾക്കും തുടക്കമുള്ളത് ബീച്ചിൽ തന്നെ. അത് ബീച്ചിലൂടെ കഴിഞ്ഞ ആഴ്ച അത് അവസാനിച്ചു. ഫസ്റ്റ് തന്നെ നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻ്റലിജൻസും ഒക്കെ നമ്മളെ തേടി എത്തിയിരുന്നു ഒരു സമയത്ത്. അത് ചില ആളുകളുടെ അജ്ഞതയായിരിക്കാം. ഇന്നൊരു കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ വ്യായാമമാണ് മെക്സവൻ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിളൈസാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു കുഞ്ഞിനും അനായാസമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ മറ്റുള്ള വ്യായാമത്തിന് പോയാൽ ഒന്നെങ്കിൽ വീട്ടിലെത്തിയാൽ ഒന്ന് കിടക്കേണ്ടി വരും. ഇത് അങ്ങനത്തെ അവസ്ഥയല്ല വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് എനർജി ഇതിൽ നിന്ന് വരികയാണ്. മറ്റൊന്ന്, നേരത്തെ ഞാൻ റഷീദ് പറഞ്ഞ പോലെ ടീമിൽ നിന്ന് വിടാനൊരു മടിയാണ്. ഞാനും ഇപ്പം ബീച്ചിൽ വന്നിട്ട് ഒരു 100 ദിവസം കഴിഞ്ഞ്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. ഒരു ബ്ലഡ് റിലേഷൻഷിപ്പായി പോയി പല ആൾക്ക്. പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട മുഴുവൻ 80% പുതിയ ആൾക്കാരെയാണ്. പക്ഷേ ആ ബന്ധങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപിരിയാൻ പറ്റുന്നില്ല. അതാണ് കുളത്തർക്ക് ജന്മം കൊടുക്കാൻ നേരം വയ്യതെന്ന് റഷീദ് പറയുമ്പോൾ സത്യം തന്നെയാണ്. ഇനി ഇവിടെ ഉള്ളവർക്ക് മറ്റൊരു യൂണിറ്റിലേക്ക് പോകാൻ മടി വരും. അതെന്താ? ഈ വ്യായാമ മുറ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഭാരതത്തിലെ ജനങ്ങൾക്ക്, വേൾഡിലെ ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതിന് സലാം സാറിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. മറ്റൊന്നുള്ളത്, നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തി എങ്ങനെയെങ്കിലും ഉറങ്ങണം എന്നാണ് നമുക്ക് മനസ്സ് തോന്നിക്കുന്നത്. അതിരാവിലെ മെക്സവനിൽ എത്തണം എന്ന ചിന്തയാണ് നമ്മളെ മനസ്സിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബീച്ച് യൂണിറ്റിൻ്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇനിയും ആളുകൾ ഈ രംഗത്തേക്ക്, ഈ മേഖലകളിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന് രാവിലെ. കാരണം മോഡേൺ യൂണിറ്റിന് ഉദ്ഘാടനത്തിന് വന്നതിന് ശേഷം അതിന് ശേഷമാണ് ഞങ്ങളെല്ലാം ഇവിടേക്ക് വരുന്നത്. വളരെ നല്ല പ്രസന്ന മുഖമുള്ള ആളുകളാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മെക്സവന് ഒരു ആദ്യമായി മെക്സവനോടാണ് ഇതിന് നാം നന്ദി പറയേണ്ടത്. മറ്റൊരു കാര്യം, ഇപ്പോൾ എല്ലാവരും സൂചിപ്പിച്ച പ്രകാരം കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ വലിയ വിവാദങ്ങൾ നാം നേരിട്ടു. എല്ലാം നമ്മുടെ ഈ മെക്സവൻ കുടുംബം എല്ലാ വിവാദങ്ങളെയും ഒറ്റക്കെട്ടായി നാം നേരിട്ടതിൻ്റെ ഫലമാണ് നമുക്ക് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവാതെ മെക്സവനാണ് ശരി എന്ന് തോന്നുന്ന രീതിയിൽ എല്ലാവരും മാറ്റി പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മെക്സവൻ വന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ നിങ്ങളെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയും നമ്മുടെ ഈ സാഹോദര്യവും എന്നും നിലനിൽക്കുക. കാരണം നാം പല വ്യത്യസ്തമായ മതങ്ങളും ജാതികളും രാഷ്ട്രീയവുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മെക്സവൻ. ചെറിയൊരു ഉദാഹരണത്തിന്, നമ്മുടെ കഴിഞ്ഞ ഞായറാഴ്ച മനോരമ പത്രം എടുത്തു നോക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ഫോട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. കഴിഞ്ഞ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 3 കുരുന്നുകളുടെ ഒരു ശവകുടീരം. ധ്യാൻ, നിവേദ്, ഇഷാൻ എന്ന 3 കുട്ടികളാണ്. ഏകദേശം ഒരു 4, 6, 7 വയസ്സുള്ള കുട്ടികളാണ്. ഇവരുടെ മാതാപിതാക്കൾ അവരുടെ കുടീരത്തിൻ്റെ മുന്നിൽ വന്ന് ഒരു പുൽക്കൂട് നിർമ്മിച്ചു കൊടുത്ത ഒരു ഫോട്ടോ. മാതാപിതാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അവരെ ഓർത്ത് ഇന്ന് ജീവിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മനുഷ്യൻ്റെ സ്ഥിതി. ഒരു പ്രകൃതി ദുരന്തം വന്നാൽ നമ്മുടെ എല്ലാ അഹങ്കാരവും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിച്ചു. എന്നാണ്, എപ്പോഴാണ് വരാമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ചിന്തിക്കേണ്ട ഒരു ഫോട്ടോമാണ്. ആ ഒരു കുടീരം കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ നമുക്ക് സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആ സമയത്ത് തന്നെ വളരെ ഏറ്റവും കൂടുതൽ ചിന്തിച്ചൊരു കാര്യമാണിത്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ സ്ഥിതി. അപ്പോൾ നാം ചെയ്യേണ്ടത് ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു സാഹോദര്യവും ഈ ഒരു സ്നേഹബന്ധവും മെക്സവനിലൂടെ എന്നും നിലനിർത്തുക. എല്ലാ ദിവസവും എല്ലാ ആളുകളും മെക്സവനിലേക്ക് രാവിലെ വരിക, എക്സസൈസ് ചെയ്യുക, കൂടിച്ചേരുക, തുടർന്നു പോവുക. ഇത്രയുമാണ് ക്ലസ്റ്റർ 1 എന്ന രീതിയിൽ നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കാറുണ്ട്. എല്ലാവർക്കും ഈ മോഡേൺ യൂണിറ്റിന് വേണ്ടി ഈ യൂണിറ്റിനോട് ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും അറിയിച്ചു നിർത്തുന്നു. നന്ദി. അതിൻ്റെതായ ആ രീതിയിൽ അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ചുറ്റുപാട് ഞാൻ കണ്ടത് ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ വീടുകളിൽ പേരക്കുട്ടികളായിട്ട് അവരും നോക്കി നിൽക്കുക എന്നുള്ളൊരു നിലപാടാണ് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ പ്രായക്കാരായിട്ട് പറയുന്നത്, ചെറുപ്പക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ബാക്കിയുള്ളവർ, നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം അവരെ. ഞാൻ എൻ്റെ പ്രായം ഇപ്പോൾ 66, 65 കഴിഞ്ഞ് 66-ാമത്തെ വയസ്സ്. കോഴിക്കോട് കോർപ്പറേഷനും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയും കൂടിയിട്ട് ആണ് എന്നോട് ഇത് പറഞ്ഞത്. 60 വയസ്സ് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കരുത്. ഞാനിന്ന് ഇന്ത്യയിൽ പല സ്റ്റേജുകളിലും സീനിയർ സിറ്റിസൺസിൻ്റെ മോഡലായിട്ട് പോകാറുണ്ട്. 15 സ്റ്റേജുകളിൽ അതുകൂടാതെ വൈദ്യുതി ഇന്ത്യ മോട്ടോർ ബൈക്കിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയി
അപ്പോൾ അതെന്താണ് നമുക്ക് പ്രായമായി നമ്മൾ വീട്ടിലിരിക്കുക പേരക്കുട്ടികളെ നോക്കിയിട്ട് അതല്ല, നമ്മളെ സ്നേഹിക്കണം. എല്ലാവരോടും എനിക്ക് പറയാൻ എന്താ, നമ്മളെ കുട്ടികളെയും നമ്മളെ കുടുംബത്തെ സ്നേഹിക്കുന്നതിലും ഒരു ഭാഗം നമ്മളെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്കതായുള്ള ശക്തി വരും. ഇന്ന് എനിക്ക് 65 അല്ല, ഞാൻ ഇപ്പോൾ പറയും 25 വയസ്സായിരുന്നാണ്. കാരണം എൻ്റെ ബൈക്കിൽ പോകുന്ന കൂട്ടുകാരൊക്കെ 25-30 വയസ്സായവർ. അവരെന്ത് ചെയ്യുന്ന അതല്ല ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ വയസ്സായി എന്ന് തോന്നിപ്പിക്കരുത്. നമ്മൾ ചെറുപ്പക്കാരാണ് ഇപ്പോഴും, അല്ലേ? ആണ്. ഞാൻ ജനിച്ചത് കോഴിക്കോട് ഫ്രാൻസ് റോഡാണ്, വളർന്നത് അരീക്കാടാണ്. അബ്ദുറഹ്മാൻ സാഹിബ് എൻ്റെ മകനാണ്, മൂത്ത മകനാണ്. അറിയുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. നമസ്കാരം. കേരളത്തിൽ വരുന്നതിന് മുമ്പേ ഷുഗർ കൺട്രോളിങ് ഇല്ലായിരുന്നു. ഒരു 290-300 ആയിരുന്നു. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം അത് 120 എത്തിക്കാൻ കഴിഞ്ഞെന്നാണ് അതാണ് ഞാൻ ഇതിനോടുള്ള താല്പര്യം. ഏത് പ്രചരണങ്ങളെ നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് പറയുന്നത്.